വെൽക്കം ബാക്ക് ടു എ ഫോർ എഡ്യൂക്കേഷൻ. ഇനി നമ്മൾ GKയുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. അതായത് നാഷണൽ പാർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം UG നമ്മുടെ സിലബസ് പ്രകാരം നമ്മുടെ സിലബസിൽ ഇൻവോൾവ് ചെയ്തൊരു ടോപ്പിക്കാണ്. GKയിൽ വരുന്ന ഒരു ഏരിയ ആണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസാണ്. നമ്മളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്സും കൂടിയാണ് അല്ലേ, നാഷണൽ പാർക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് നാഷണൽ പാർക്ക്? അതായത് ഏത് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയിലാണ് ലാർജസ്റ്റ് നമ്പർ ഓഫ് നാഷണൽ പാർക്ക് എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഓപ്ഷൻസ് എ ഹരിയാന പാർക്ക്, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. വൺസ് അഗെയിൻ ദ ഓപ്ഷൻസ് എ ഹരിയാന, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്തായിരിക്കും നമുക്ക് നോക്കാം അല്ലേ. ഓപ്ഷൻ സി മധ്യപ്രദേശ് ആണ് ദ റൈറ്റ് ആൻസർ. അതായത് ലാർജസ്റ്റ് നമ്പർ ഓഫ് നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിലാട്ടോ. അപ്പോൾ മധ്യപ്രദേശാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇന്ത്യാസ് ഫസ്റ്റ് നാഷണൽ പാർക്ക്? ഇന്ത്യയിലുള്ള ഫസ്റ്റ് നാഷണൽ പാർക്കിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഓപ്ഷൻസ് ആർ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, കൻഹ നാഷണൽ പാർക്ക്, പഞ്ചമർഹി നാഷണൽ പാർക്ക്, കിഷ്വാർ നാഷണൽ പാർക്ക്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? അതായത് ഇന്ത്യയിലുള്ള ഫസ്റ്റ് നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പം ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻസ് എ ആട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഇൻ വിച്ച് ഇയർ ഡിഡ് ഇനാക്ട് ഇറ്റ്സ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്? അതായത് നമ്മൾക്ക് ഒരുപാട് ആക്ടും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. ആ ആക്ട് പോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻസ് ആക്ട് ആയിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്, അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെയും അത് നാഷണൽ പാർക്സ് തുടങ്ങിയതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ, ഒരുപാട് മീൻസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ട് ഈ ആക്ട് പ്രകാരമായിട്ട് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇയർ ഏതാണെന്ന് ഞാൻ ചോദിച്ചത്. അതിന് ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1962, ഓപ്ഷൻസ് ബി 1972, ഓപ്ഷൻ സി 1971, 1919 ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1972 ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് where is the ബാബർ ലൈൻ ഏഷ്യാറ്റിക് ലൈൻ ഫൗണ്ട്? ഈ ബാബർ ലൈൻ എന്ന് പറയുന്ന ഏഷ്യാറ്റിക് ലൈൻ എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത് എന്നാണ്. അതിന് ഓപ്ഷൻസ് എന്ന് പറയുന്നത് കൻഹ നാഷണൽ പാർക്ക്, സുന്ദർബൻസ് നാഷണൽ പാർക്ക്, ഗിർ നാഷണൽ പാർക്ക്, പഞ്ചമർഹി നാഷണൽ പാർക്ക്. എന്തായിരിക്കും? ഗിർ നാഷണൽ പാർക്ക് എന്നാണ്. അപ്പം ഗിർ നാഷണൽ പാർക്കിലാണ് നമ്മുടെ ഏഷ്യാറ്റിക് ലൈൻസ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, and the last question is that where is Manas National Park located? എവിടെയാണ് മനാസ് നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തത് എന്നാണ് ഓപ്ഷൻസ് പറഞ്ഞത്. വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, ഒഡീഷ, ആസാം. ഓപ്ഷൻ എ വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി ഈസ് ആസാം ആണ്. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആസാം ആണ് കേട്ടോ. അതായത് മനാസ് നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തത് ആസാമിലാണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദീസ് ക്വസ്റ്റ്യൻ ഈസ് ആസാം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്നത്തെ നമ്മളുടെ 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. GKയിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല നിങ്ങൾ നോക്കേണ്ടത്, ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പാർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളും, എവിടെയാണ് പാർക്ക് ലൊക്കേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ഓരോ പാർക്കിനും ഓരോ അനിമൽസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതൊക്കെ നോക്കി വെക്കുക. ഗിർ നാഷണൽ പാർക്കിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ വ്യത്യസ്തമായ പാർക്കുകളിലെ നാഷണൽ പാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതൊക്കെ ലൊക്കേറ്റ് ചെയ്തത് എവിടെയാണെന്ന്, ഇങ്ങനത്തെ റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. അതൊക്കെ പഠിക്കുക എക്സാമിന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തത് ഇത്രയുമായി ചെറിയൊരു 5 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫെർദർ ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം മൈ ഫോർ എഡ്യൂക്കേഷൻ.